شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة جزاك الله عنا يا سيدنا يا رسول الله جزاك الله عنا يا سيدنا يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم وقال رسول الله صلى الله عليه وسلم سيكون رجال من أمتي يأكلون أنواع الطعام ويشربون أنواع الشراب شفيعنا رسول الله أيا رحمن ارحمنا بلطف منك أوصلنا إليك ولا تبعدنا بجاه الشيخ جيلاني صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് എല്ലാം നീ കബൂലാക്കണം അല്ലാഹ്. ഇവിടെ മനോഹരമായി ദുആയും ഉദ്ഘാടനവും ചെയ്ത നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമ പ്രഗൽഭ പണ്ഡിതനും പ്രിയങ്കരനൊക്കെയായ മുഹമ്മദ് റഫീഖ് അഹ്സനി ഉസ്താദ് അവர்கள் അല്ലാഹു ഉസ്താദിന്റെ ഇൽമിലും അമലിലും ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഉസ്താദിന് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വാഗതവും നല്ലൊരു നസീഹത്തും ചെറിയ സമയം കൊണ്ട് നടത്തിയ അഭിയന്നരായ സ്വാദിഖ് സഖാഫി ഉസ്താദ് അവர்கள் ഭക്ഷണത്തിന് പോയപ്പോൾ ആരോ പറഞ്ഞു ഉസ്താദിന്റെ വരവിന് ശേഷം മദ്രസ വളരെ നന്നായിട്ടുണ്ടെന്ന്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ അതിന് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയങ്കരനും ഇവിടത്തെ ഉസ്താദും നമ്മുടെ പരിസരത്തുകാരനൊക്കെയായ അഭിയന്നരായ സുലൈമാൻ സഖാഫി ഉസ്താദ് അവരുകൾ അല്ലാഹു ഉസ്താദിന്റെ എല്ലാ കാര്യങ്ങളിലും റഹ്മത്തും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ
ഇവിടുത്തെ ഉസ്താദായ അഭിയന്നരായ യൂസുഫ് മദനി ഉസ്താദ് അവരുകൾ അല്ലാഹു തആല ഉസ്താദിന്റെ എല്ലാ കാര്യങ്ങളും ഒരുപാട് ചെയ്ത സേവനങ്ങളും എല്ലാം റബ്ബ് തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ സ്റ്റേജിലുള്ള ജമാഅത്തിന്റെ നേതാക്കൾ, പേര് അറിയില്ലെങ്കിലും ഇവിടെ നോട്ടീസിൽ കുറച്ചാളെ പേര് കാണിക്കുന്നുണ്ട്, അത് പറയാം. അസൈനാർ ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇഖ്ബാൽ ജമാഅത്തിന്റെ സെക്രട്ടറി, മുഹമ്മദ് ബഷീർ മാടാവ് ഖുതുബിയത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, മുഹമ്മദ് ഹാരിസ് ഖുതുബിയത്തിന്റെ സെക്രട്ടറി, മുഹമ്മദ് ഷെരീഫ് മദ്രസയുടെ പ്രസിഡന്റ്, മുഹമ്മദ് അഷ്റഫ് മദ്രസയുടെ സെക്രട്ടറി, ചിലപ്പോൾ അപ്പുറപ്പുറമൊക്കെ ആയിട്ടുണ്ടാകും. ഏതുമാകട്ടെ, ഈ നോട്ടീസിൽ കാണിക്കപ്പെട്ടവർ ഇവിടത്തെ മുമ്പത്തെ പ്രസിഡന്റുമാർ, മുമ്പത്തെ സെക്രട്ടറിമാർ, മുമ്പത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇപ്പോഴത്തെ കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസയുടെ മക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ പരിപാടിയുമായി സഹകരിച്ച, സഹായിച്ച, കഷ്ടപ്പെട്ട, അധ്വാനിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. ലൈവിലൂടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇവിടെ ലൈവ് സംഘടിപ്പിച്ചവർ, മൈക്കുമായി ബന്ധപ്പെട്ട, ഇവിടെ പന്തലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും സഹായ സഹകരണങ്ങൾ ചെയ്തവർക്കെല്ലാം അല്ലാഹു ഖൈർ നൽകട്ടെ. മുമ്പിൽ കുറച്ച് കസാര കാലി, ഒന്നുകിൽ ആ കസാര സംഘാടകർ എടുത്തു മാറ്റാം, അല്ലെങ്കിൽ പിന്നിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ ഒന്ന് കുറച്ച് മുന്നിലേക്ക് കയറി, രണ്ടും പറ്റും. അൽഹംദുലില്ലാഹ്, നല്ല മനുഷ്യന്മാരാണ്. ചിലയിടത്ത് 10 പ്രാവശ്യം പറഞ്ഞെങ്കിലും പിന്നെ ഒരാളെ തിരിഞ്ഞു നോക്കുന്നല്ലാതെ എണിച്ചിട്ട് വരുന്ന പോലത്തെ ആൾക്കാർ, നല്ല തൊപ്പിയെല്ലാം വെച്ചിട്ട് നല്ല തലമറിച്ചിട്ടുള്ള ഒരു സദസ്സ് കാണുമ്പോൾ തന്നെ ഉസ്താദ് നേരത്തെ പറഞ്ഞ ആള് വരുന്നു, ഞങ്ങൾക്ക് അപ്പോഴും സന്തോഷാണ്. കാരണം ഉള്ള മനുഷ്യന്മാരെല്ലാം തൊപ്പിയെല്ലാം വെച്ചിട്ട് നല്ല ഹുർമത്തിലുണ്ടായിരുന്നു. അപ്പൊ ആള് വരണമെന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഉള്ള ആള് തന്നെ അത്ര അദബിലും ബഹുമാനത്തിലും വേഷവിധാനത്തിലൊക്കെ ഇരിക്കുന്ന കുറച്ചാളുണ്ടെങ്കിലും നമ്മളുടെ വയല് അത് ഉപകാരപ്പെടും. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടി കയറി കസാര അല്ലെങ്കിൽ മാറ്റി വെക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചിലയിടത്തുള്ള വയലിന് പോകുമ്പോൾ കുറച്ച് പിള്ളറും, ഇവിടെ ആരിഷ്ട പറഞ്ഞു ഉസ്താദെ പെണ്ണുങ്ങളുണ്ട്, ഞങ്ങൾക്ക് ബേജാറാണ്ടാന്നിട്ട് അയാള് മുൻകൂർ ജാമ്യം എടുത്ത് നേരത്തെ തന്നെ. അൽഹംദുലില്ലാ, പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, ഒക്കെ ഉള്ളത് മതി. അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ അനുസരിക്കാനും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ലൊരു വയൽ ഇന്നലെ നിങ്ങൾ കേട്ട് കണ്ടിട്ടുണ്ടാകും. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇന്ന് കുറച്ചെന്തെങ്കിലും ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഒരു ദുആ നടത്തി നമുക്ക് പിരിയാം. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഖാലിഖായ റബ്ബിന്റെ അടിമകളാണ്. നമ്മുടെ ഉടമ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഉടമയായ റബ്ബിലേക്ക് നമ്മളെല്ലാവരും തിരിച്ച് യാത്ര പോകേണ്ടവരാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ കൊതി നമ്മളെല്ലാം പടച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിനെ കാണണം എന്ന് കൊതിക്കലാണ്. ഇന്ന് സുബഹി മുതൽ അല്ലെങ്കിൽ തഹജ്ജുദ് മുതൽ അല്ലാഹുവിനെ കാണണം എന്ന് ദുആ ചെയ്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഇന്ന് ചോദിക്കുന്നു എന്ന് മാത്രം, ഒന്നും ഉണ്ടായിട്ടല്ല. ഇന്ന് തഹജ്ജുദ് മുതൽ ഇങ്ങോട്ട് ഇശാ വരെയുള്ള ഈ സമയത്ത് അല്ലാഹുവിനെ കാണണം എന്ന്, വെള്ളിയാഴ്ച അല്ലേ, ഏതെങ്കിലും ഒരു സമയത്ത് ദുആക്ക് ഉത്തരമുള്ളൊരു സമയം ഉറപ്പാണ്. അല്ലാഹുവിനെ കാണാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും തഹജ്ജുദിലോ ളുഹായിലോ ഇമാമ് ഖുതുബന്റെ ഇടയിൽ ഇരിക്കുന്ന വേളയിലോ അപ്പോഴൊക്കെ ദുആക്ക് ഉത്തരമുണ്ട്. വെള്ളിയാഴ്ച അസ്റിനോ ആരെങ്കിലും ഉണ്ട് അല്ലാഹുവിനെ കാണണം, ആഗ്രഹമില്ല, അള്ളാഹിനെ കാണണം എന്നുള്ള ആശങ്കയില്ല, അർത്ഥാന്നില്ലേ, അപ്പൊ ആശയില്ല. മുണ്ടാതിരിക്കാൻ പാടില്ല. നിങ്ങൾ ആദ്യം ഞാൻ ചോദ്യം ചെയ്തതിനു വേണ്ടിയാണ്. നിങ്ങളിങ്ങനെ ഏതോ ഒരു ലോകത്തിരുന്നിട്ട് ഒരു പൊടിയ പാറ്റിയ വയൽ എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ പൊടിയും ഇല്ല, നമ്മൾ പാറ്റൊന്നും ഇല്ല, അതിന്റെ ഉദ്ദേശവും ഇല്ല.
ചില ആൾക്ക് അങ്ങനെ കൊല്ലത്തുനിന്ന് വന്നിട്ട് മംഗലാരത്ത് വയൽ പറഞ്ഞു ഉസ്താദ്, പിറ്റേന്ന് സുബൈക്ക് ഒരുത്തം പറഞ്ഞാലോ വാല് ചൊല്ലെങ്കിൽ എന്തൊരു വാതലോ പൊടി പാറിയ വയൽ. അപ്പൊ പിന്നൊരുത്തം കേട്ടാലേ എന്തിനാ ചൊന്നുരേ. അപ്പൊ അവൻ പറഞ്ഞാല എന്തൊരു ചൊന്നൊക്കെ എന്തോ അർത്ഥമായിട്ടില്ല. അയാൾക്കും അർത്ഥമായിട്ടില്ല. കാത് കൈകളെ വെച്ചിട്ട് നേനെ കാതൊക്കെ കയ്യെല്ലാം വെച്ചിട്ട് ബന്ധാക്കിട്ട് ചെല്ലാം. അയാൾക്കും അർത്ഥമായിട്ടിരിക്കല്ല, ഞങ്ങൾക്കും അർത്ഥമായിട്ടില്ല. അത്ര നല്ല രാഗ മാത്രമാണ്. അപ്പൊ അങ്ങനത്തെ രാഗക്കും വിലക്കൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് വിഷയങ്ങൾ നിങ്ങൾക്ക് അള്ളാനെ കാണണമെന്ന് ആശയില്ലേ? ഇല്ലേ മമ്മി നിങ്ങൾ ഉണ്ട് അള്ളാഹു തല നിങ്ങൾ മുണ്ടുന്നില്ലാട്ട് പിള്ളേർ മുണ്ടാൻ തുടങ്ങി. അതാണ് പിള്ളേർക്കറിഞ്ഞ് ഉപ്പാറൊന്നും മുണ്ടുന്നേ ഇല്ല അല്ലെ മക്കളെ. ഉമ്മാണ്ടർ പേടിപ്പിച്ച് വെച്ചിന് ഉപ്പാണ്ടർ അല്ലെ. മുണ്ടിക ജാഗ്രത മുണ്ടി എന്ത് പേടിക്കണ്ട, എന്തോ ആക്കല. പെണ്ണുങ്ങ എന്ത് എത്ര ആക്കിയെങ്കിൽ ഇത്രേന്നുണ്ടൊരു അതിനൊക്കെ ഒരു കണക്കുണ്ട്. ധൈര്യത്തിലൊക്കെ പറയാം അല്ലാഹു അനുഗ്രഹിക്കണം അല്ലാ, നിന്റെ ലിഖാഇന് തൗഫീഖുള്ളവരാക്കണം അല്ലാ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാകണം. നമ്മെല്ലാം പഠിച്ചു പരിപാലിക്കുന്ന അല്ലാഹു, ഈ ദുനിയാവ് പടച്ച അല്ലാഹു, സ്വർണം പടച്ചവൻ, മുത്ത് പടച്ചവൻ, കടല് പടച്ചവൻ, പാവപ്പെട്ടവനെ പടച്ചവൻ, പണക്കാരനെ പടച്ചവൻ, എല്ലാം പടച്ചഹു അല്ലാഹുൽ ഖാലിഖ്. ഖാലിഖായ അല്ലാഹു പടച്ചോനേന്ന് വിളിക്കലില്ലേ നമ്മള്? പടച്ചോനേന്ന് വിളിക്കലുണ്ട്. പടച്ചോനേന്ന് വിളിക്കുന്നതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം യാ ഖാലിഖു യാ അല്ലാഹ്, റബ്ബേന്ന് വിളിക്കലാണ്, ഖാലിഖേന്ന് വിളിക്കലാണ്, റഹ്മാനേന്ന് വിളിക്കലാണ്. അല്ലാഹുവിനെ പടച്ചോനേന്ന് വിളിക്കുന്നത് തെറ്റല്ല, തമ്പുരാനേന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, നല്ല നല്ല പേരുണ്ട് അല്ലാഹ്ക്ക്. 99 അസ്മാഉൽ ഹുസ്ന. അത് ചൊല്ലിയവരുടെ എന്ത് മുറാദുണ്ടെങ്കിലും അത് ഹാസിലാകുന്നു. ദിവസവും 3 തവണ ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ലിഖാഇന് ഭാഗ്യം കിട്ടുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പോകൂല എന്നാണ്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ 99 പേര് കാണാതെയോ കണ്ടിട്ടോ എത്ര എളുപ്പമാണ്. 5 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാം 3 തവണ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ ആളാരെങ്കിലും ഉണ്ട്? അസ്മാഉൽ ഹുസ്ന ഇന്ന് ചൊല്ലിയ ആളാരെങ്കിലും ഉണ്ട് സദസ്സിൽ? ഒരാൾ അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹനെ കാണാം. ചൊല്ലണ്ടേ? ഇനി ചൊല്ലണമെന്ന് കൊതിയുള്ള ആരെങ്കിലും ഉണ്ട് അസ്മാഉൽ ഹുസ്ന? ഒരാൾ, 2 ആൾ, 3 ആൾ, 10 ആൾ. അൽഹംദുലില്ലാ, താത്തിക്കോളി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ചൊല്ലണമെന്ന് നിങ്ങൾ വിചാരിച്ചു, ഇനി ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ ഒരു കൂലിയുണ്ട്. കാരണം നിങ്ങൾ വയതിന്റെ സദസ്സിന്ന് വെറുതെ കൈപൊക്കിയതല്ല, ഈ കൈപൊക്കിയത് അല്ലാഹു കണ്ടിട്ടുണ്ട്, അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന എപ്പോഴും ചൊല്ലിയിട്ട് ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഉമ്മമാരെ ദുആ ചെയ്തോ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാം. അല്ലാഹ് അല്ലാഹ് തൗഫീഖ് നൽകണം അല്ലാഹ്. ഇമാമിങ്ങൾ ചിലപ്പോ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാകും. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നുണ്ട്, ഗസ്സാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്, റഅയ്തുല്ലാഹ അസ്സ വജല്ല ഫിൽ മനാം, ഞാൻ എൻ്റെ റബ്ബിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടു. അംബിയാക്കളിലും ഔലിയാക്കളിലും മഹാന്മാരിലും ഹബീബ് തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാബ ഖൗസൈനി ഔ അദ്നാ. അല്ലാഹുവിന്റെ അടുത്തേക്ക് പോയ ആള് ആരാണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനെ ഖൽബ് കൊണ്ട് റളീനാ ബില്ലാഹി റബ്ബാ, അദ്ദാദിലൊക്കെ ചെല്ലുന്നില്ലേ? റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ പൊരുത്തപ്പെട്ടു. അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടവന് അൽ ഖൈറു വശർറു മിനല്ലാഹ്,
എല്ലാ ഖൈറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, എല്ലാ ശർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. മക്കളെ തന്നവനവനാണ്, സമ്പത്ത് തന്നവനും അവനാണ്, ആരോഗ്യം തന്നവനും അവനാണ്, രോഗം തന്നവനും അവനാണ്, വീട് തന്നവനും അവനാണ്, എല്ലാം തന്നവനവനാണ്. അതുകൊണ്ട് അല്ലാഹു തന്നത് കൈയൊന്നിട്ട് സ്വീകരിക്കണം. സ്വർഗത്തിലേക്ക് പോകുന്ന വിഐപികൾ മഹ്ശറയിൽ നിൽക്കാതെ പോകുന്ന ഒരു കൂട്ടരുണ്ട്. ആരാണ് മഹ്ശറയിലെ വിഐപികൾ? ഇന്നോ ദുനിയാവിന്റെ മുകളിൽ അങ്ങനെയല്ല. മഹ്ശറയിലെ വിഐപികൾ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആർക്കാണോ അല്ലാഹു നിനക്ക് തന്നതെന്തോ, വീടോ വാഹനമോ പണമോ സൗന്ദര്യമോ എല്ലാം റബ്ബ് തന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടവനാണെങ്കിൽ ദുനിയാവിലും നീ വലിയ മുതലാളിയാണ്, ആഖിറത്തിലും നീ വലിയ മുതലാളിയാണ്. ആരാണ് മുതലാളി? അല്ലാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെടുന്നവരാകണം. മക്കളോ ആരോഗ്യമോ സമ്പത്തോ സൗകര്യങ്ങളോ അധികാരങ്ങളോ ഏതുമാണെങ്കിൽ അല്ലാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെടുക. നമ്മളങ്ങനെയല്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവസാനം പറയും തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് വെച്ച പോലെ. ഞാൻ ഇല്ലങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി, എന്നെ വേണ്ട, അധ്യക്ഷ സ്ഥാനം വേണ്ട വേണ്ട വേണ്ട, ഞാൻ മനസ്സിൽ നിയത്താക്കിയിട്ടേ ഉണ്ടായി. നിയത്താക്കി നീ വരുന്ന മുന്നേ മീറ്റിംഗ് ആക്കി എന്നെ അധ്യക്ഷ ആക്കണോ? ആവാത്തപ്പോൾ അള്ളാന്റെ കണക്ക് പോലല്ലേ ആന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് പോണോ? ഇല്ല, അള്ളാഹ് നമുക്ക് കണക്കാക്കിയിട്ടില്ല. അങ്ങനെ പറയുന്നല്ല, എല്ലാം ആയിട്ട് പോയിട്ടല്ല ആയ പിന്നെ അള്ളാഹ് നമുക്ക് കണക്കാക്കിയിട്ടില്ല. അപ്പോഴല്ല പറയേണ്ടത്, തുടക്കത്തിലേ പറയണം. തവക്കൽതു അലല്ലാഹ്, അള്ളാന്റെ പള്ളി, റബ്ബിന്റെ ദീന്റെ മദ്രസ, അതിന് എന്നെ വേണമെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുക്കും. അതല്ല എന്നേക്കാൾ ഖൈറുള്ളവൻ മറ്റവനാണെങ്കിൽ അവനെ അള്ളാഹുവും നാട്ടുകാരും തിരഞ്ഞെടുക്കും. ഞാനതിനു വേണ്ടി സെറ്റിങ്ങുകളില്ല, എന്റെ പേര് വിളിക്കാൻ പറയലില്ല. ഞാനതിനു വേണ്ടി മീറ്റിംഗ് വീടുകളിൽ കൂടിയിട്ടില്ല, ടൗണുകളിൽ കൂടിയിട്ടില്ല, ആർക്കും ഓഫർ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. സ്ഥാനമാനം കൊതിച്ചുപോയോ, അന്ന് മുതൽ അവന് ശാപമാ, അവന്റെ തലയിൽ നിന്ന് ബറക്കത്ത് ഊരപ്പെടുകയാണ്. ഈ സദസ്സിലിരിക്കുന്നവർ രക്ഷപ്പെടുകയാണ്, സ്റ്റേജിലിരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പാടാണ്. ഓ സദസ്സിലിരിക്കുന്നവർ എന്തില്ല, ഇവിടെ കുറച്ചാളേ ഉള്ളൂ. ചില നാട്ടിലെല്ലാം വയലിന് പോയെങ്കിൽ സ്റ്റേജിൽ 8 ആൾ, സദസ്സിൽ 4 ആൾ. ആ 4 ആൾക്കും പ്രശ്നം, ഞങ്ങളെ എത്തിയിട്ടില്ല. ഓർക്കും ഇരിക്കണം സ്റ്റേജിലല്ല. ഇടങ്ങനെ എന്തില്ല, ഇവിടെ എല്ലാവരും വിളിച്ചിട്ട് കയറ്റുന്ന കണ്ടു. അപ്പൊ മനസ്സിലായി താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ താല്പര്യം വേണ്ട. അങ്ങനെ ഇരുന്നവർ നാളെ മഹ്ശറയിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടവരാണ്. പ്രസിഡന്റായവൻ, സെക്രട്ടറി ആയവൻ, ഖജാൻജിയായവൻ കണക്ക് പറയണ്ടേ അള്ളാന്റെ മുന്നിൽ. അതെല്ലാം കഴിഞ്ഞിട്ടല്ലാതെ ഇവന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. പ്രസിഡന്റ് സ്ഥാനം അലങ്കാരമല്ല, മെമ്പർ സ്ഥാനം അലങ്കാരമല്ല, സെക്രട്ടറി സ്ഥാനം അലങ്കാരമല്ല, അത് രാജകീയ പദവിയല്ല. പള്ളിയുടേതാവട്ടെ, മദ്രസയുടേതാവട്ടെ, കമ്മിറ്റിയുടേതാവട്ടെ, സംഘടനകളുടേതാവട്ടെ, ഏതുമാകട്ടെ, സ്ഥാനമാനങ്ങൾ ഖൈറല്ല. ചോദിച്ചു വാങ്ങുന്നതിൽ ഖൈറില്ല, ചോദിച്ചു വാങ്ങിയതിൽ അള്ളാന്റെ കാവലില്ല, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തുമില്ല. അല്ലാഹുവേ, ഏറ്റെടുത്തവർക്ക് മനോഹരമായി ചെയ്തു വിട്ടാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. മരിക്കുവോളം സ്ഥാനമാനങ്ങളുടെ ആശ ഞങ്ങളുടെ ഖൽബിലേക്ക് നീ ഇട്ടു തരല്ല അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തൊരു ആമീൻ പറയാൻ ഒരു ബേജാറ്.
പ്രസിഡന്റ് ആവാൻ ആശയുണ്ടാ? സെക്രട്ടറി ആണ് ആശയുണ്ടാ? ചില ആമി പറയുന്നേ ഇല്ല. എന്റെ ആശ മുന്നല്ലേ ഉണ്ടിനോട് ആശ ഇട്ട് തരുന്നേ. ഇപ്പോഴെന്നെ ഓൾറെഡി ആകട്ടെ അല്ലാഹു തന്നത് കൊണ്ടെല്ലാം അല്ലാഹു തന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടാൽ നീ ചെയ്ത അമല് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്നു. അത് വീടാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഭക്ഷണങ്ങളാണെങ്കിലും അല്ലാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെട്ടാൽ നീ ചെയ്ത അമല്, നിന്റെ നിസ്കാരം, നിന്റെ ദിക്ർ, നിന്റെ സ്വലാത്ത് എല്ലാം അല്ലാഹു അതുകൊണ്ട് മതിയാക്കുന്നു. അതുകൊണ്ട് സ്വർഗം നൽകുന്നു. ഉമ്മ, അപ്പുറത്തെ 2 തട്ടന്റെ വീടുണ്ട് എന്ന് പറഞ്ഞ് നീയും അതുപോലെ ആകാൻ നോക്കണ്ട. അവർക്ക് വലിയ വാഹനമുണ്ട്, അതുപോലെ കടമാക്കിയിട്ട് നീ ആവാൻ പോകണ്ട. അവർക്ക് അധികാരമുണ്ട്, എനിക്കെന്റെ ആയിക്കൂടെ ചിന്തിച്ചു പോകണ്ട. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോ ദുനിയാവിന്റെ വിഷയത്തിൽ നോക്കേണ്ടത് നിന്നേക്കാൾ താഴെയുള്ളവരിലേക്കാ. ഉൻളുറൂ ഇലാ മൻ ഹുവ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരിലേക്ക് നോക്കണമെന്നറിയോ? നിങ്ങളെക്കാൾ ദരിദ്രമുള്ളവർ, വീടില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, സൗന്ദര്യമില്ലാത്തവർ, എണീറ്റ് നടക്കാൻ പറ്റാത്തവർ, കാത് കേൾക്കാത്തവർ, സംസാരശേഷിയില്ലാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ബസ് സ്റ്റാൻഡുകളിൽ കിടക്കുന്നവർ, ചെറ്റക്കൂടിൽ കിടക്കുന്നവർ, കിടപ്പറയിലേക്ക് പാമ്പും തേളുകളും വരുന്നവർ, കുടിക്കാൻ കിലോമീറ്ററുകൾ നടന്നിട്ട് വെള്ളം കോരി വരുന്നവർ, ഇവരെ പറ്റി ആലോചിച്ചോ? ഇവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? തിന്നാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങളില്ലേ? ജീവിക്കാൻ നെട്ടോട്ടമോടുന്ന പാവങ്ങളില്ലേ? എപ്പോൾ മരിക്കുമെന്നറിയാതെ കയ്യിലും കാലിലും പേരെഴുതി വെക്കുന്ന ഫിലിസ്തീനിന്റെ മക്കളില്ലേ? നമ്മളൊക്കെ എത്ര സുഖത്തിലാ, എത്ര സന്തോഷത്തിലാ. ധാരാളം അൽഹംദുലില്ലാ പറഞ്ഞോ. നല്ലോണം അവ്വലുമയ്യുദാഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കുന്നതാരാണ്? അൽഹംദുലില്ലാ. ധാരാളം പറഞ്ഞോ. ഭക്ഷണം കഴിച്ചിട്ടൊരു അൽഹംദുലില്ലാ. ഇന്ന് രാത്രിയുടെ ഭക്ഷണം കഴിച്ചവർ, അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ആളൊന്ന് കൈവക്കുക. ഇന്ന് പറഞ്ഞവർ രണ്ടാണല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കുറച്ചാളെങ്കിലും ഉണ്ടല്ലോ. നാളെ മുതൽ ഓരോ ഭക്ഷണശേഷവും ഒരു അൽഹംദുലില്ലാ പറയണം എന്ന് കൊതിയുള്ള ആളൊന്ന് കൈവക്കുക. അൽഹംദുലില്ലാ. കൊതി തന്നെ ഇല്ല പറയാൻ, പിന്നെ എടുക്കല്ല എത്തിക്കുന്നത്. കൊതിയില്ല പറയാൻ. ഇനി കൈ പൊക്കിയൊക്കെ നാളെ പറയണല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് പൊക്കുന്നേ ഇല്ല. അല്ലാഹു തആല പൊക്കിയവർക്കെല്ലാം ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അത് ചൊല്ലാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലേ? നല്ല ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത് അല്ലാഹുവിന് ഭയങ്കരം ഇഷ്ടമാണ്, റബ്ബിന് ഭയങ്കരം ഇഷ്ടമാണ്. അതിന്റെ കഷ്ടമറിയണമെങ്കിൽ ഡോക്ടർ പറയണം തിന്നണ്ട, ഒന്നും തിന്നാൻ പറ്റൂല. അപ്പോഴാണ് മറ്റുള്ളവർ തിന്നുമ്പോ സങ്കടം വരുന്നത്. ഷുഗർകാരനാണ് മറ്റുള്ളവർ ജിലേബിയും മൈസൂർ പാക്കൊക്കെ തിന്നുമ്പോ ദേഷ്യം വരുന്നതും ചൊടി വരുന്നതും. ഇല്ല, അങ്ങനല്ലേ? വയസ്സന്മാർക്ക് അങ്ങനെയുണ്ട്, ബാല
പാലക്കാർ ബൈക്കിൽ പോകുമ്പോ എന്ത് ആൾക്കാർ ഉസ്താദ്, പാലക്കാർക്ക് എന്ത് ആൾക്കാരോ. ഞങ്ങളെ കാലത്തല്ല ഇങ്ങനെ ഉണ്ടായ, നിങ്ങളെ കാലത്ത് ഉണ്ടായത്ര കൈനത്ര പാറിയിനി. ബുള്ളറ്റൽ ഉണ്ടായില്ലെങ്കിൽ ബക്കേ വെക്കല എമ്മ8 എത്ര പാറിയിനി അയാൾ പാപ്പ. എങ്കിലും ഇപ്പത്തെ പാലക്കാരെ കാണുമ്പോൾ ബേജാറാണ്. പുതിയ നല്ല ഗെട്ടപ്പില് സെറ്റപ്പിലെല്ലാം പോകുമ്പോ അങ്ങനെയൊന്നും ബേജാറ് വേണ്ട. നമ്മളും പണ്ട് കൈനത്രല്ലോ അല്ലേ. പണ്ടത്തെ വയസ്സന്മാർ പാറി എത്ര, ഇപ്പത്തെ പിള്ളേരൊന്നും അത്ര പാറുന്നില്ല. കാരണം മൊബൈൽ ഉള്ളത് കൊണ്ട് അവർക്ക് പാറാനും സമയവും ഇല്ല അല്ലേ. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവനെ കാണുമ്പോ അപ്പോഴാണ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സന്തോഷവും സമാധാനവും അറിയുന്നത് അല്ലേ. ഒന്ന് മൂത്രമൊഴിച്ച് പുറത്തു വരുമ്പോ, ഒന്ന് കാഷ്ടിച്ച് പുറത്തു വരുമ്പോ അൽഹംദുലില്ലാഹ് പറയലുണ്ടല്ലോ. കാഷ്ടിക്കാൻ കഴിയാത്തവർ, മൂത്രമൊഴിക്കാൻ കഴിയാത്തവർ അവരോട് ചോദിക്കണം. ഖലീഫ ഹാറൂൻ റഷീദിനോട് ചോദിക്കുകയാ, അല്ല രാജാവേ, നിങ്ങൾക്ക് മൂത്രം മുട്ടുകയാണ്, മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, എത്ര വെള്ളം കുടിച്ചിട്ടും മൂത്രം പോകുന്നില്ല, വയറ് വലുതാകുന്നു, മൂത്രം പോയി കിട്ടുന്നില്ല. ഈ മൂത്രമൊഴിക്കാൻ ഒരാള് പറഞ്ഞു, ഒരു മരുന്ന് തരാം, പകരം നിങ്ങൾ ഭരിക്കുന്ന രാജ്യത്തിന്റെ പകുതി തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? എങ്ങനെ? ഒരു നേരം മൂത്രമൊഴിക്കാൻ മൂത്രം കെട്ടി നിന്നത് പോകുന്നില്ല, വെള്ളം കുടിച്ചിട്ടും പോകുന്നില്ല, വയറ് നിറയെ മൂത്രമാണ്, മൂത്രം പോകുന്നില്ല, രാജ്യത്തിന്റെ പകുതി തരുമോ എന്ന് ചോദിച്ചിട്ട് ആ മരുന്ന് തരികയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ, നിങ്ങളുടെ ഭരണത്തിന്റെ പകുതി കൊടുക്കാൻ തയ്യാറാണോ? അദ്ദേഹം പറയുന്നു, അതേ. കെട്ടിനിന്ന മൂത്രം പോകാതിരുന്നാൽ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? അപ്പോൾ ഒരു നേരം പോകുന്ന മൂത്രത്തിന്റെ ആ പോകുന്ന പോക്കിന്റെ മഹത്വം എന്താണ്? ആശ്വാസമേതാണ്? സമാധാനമേതാ? മൂത്രമൊഴിക്കുന്ന കാലത്തതറിയുന്നില്ല, കാഷ്ടം പോകുന്ന കാലത്തതറിയുന്നില്ല. ക്യാൻസർ ബാധിച്ചിട്ട് കാഷ്ടവും മൂത്രവും ബാഗിൽ കൊണ്ട് നടക്കുന്നവരെ കണ്ടാൽ, പിന്തുവാരം അടക്കപ്പെട്ടവരെ കണ്ടാൽ, മൂത്രം ബാഗിലായി നടക്കുന്നവരെ കണ്ടാൽ അപ്പോഴറിയാ സുഖമായി കാഷ്ടിക്കുന്നതിന്റെ സന്തോഷം, സുഖമായി മൂത്രമൊഴിക്കുന്നതിന്റെ സന്തോഷം. ഇതെല്ലാം നൽകിയ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം അൽഹംദുലില്ലാഹ് ചൊല്ലാൻ മനസ്സ് കാണിച്ചാൽ പെട്ടെന്ന് സ്വർഗത്തിലെത്താമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നു. എല്ലവും അല്ലാഹുക്ക് ഭയങ്കരം ഇഷ്ടമതാണ്. ഇബ്രാഹിം നബി ധാരാളം ചൊല്ലിയത് അതാണ്, അല്ലാഹുവിന്റെ റസൂൽ ധാരാളം ചൊല്ലിയത് അതാണ്. അൽഹംദുലില്ലാഹ് എപ്പോഴും എവിടെയും അറിയാതെ നമ്മുടെ വായിന്ന് വരണം. ഉമ്മ റായത്താന്ന് ചോദിക്കുമ്പോ എന്ത് റായത്ത്, എന്ത് റായത്ത്? ഞങ്ങളെ റായത്തല്ല, ഇത് നിങ്ങക്ക് റായത്ത്. അങ്ങനെയാ വയസ്സന്മാരും നേതാക്കളും ഉസ്താദന്മാർ കേൾക്കുന്നു, ആചാർ എങ്ങനെയുണ്ട് കച്ചവടം? എന്ത് പ്രയോജനമില്ല ഉസ്താദ്. എന്നിനി ഉസ്താദ് വിട്ട് ഞങ്ങൾ ആർക്കെങ്കിലും സംഭാവന കേട്ടിട്ടുണ്ട്, മദ്രസക്ക് ഡെസ്ക് ചോദിച്ചിട്ടുണ്ട്, പള്ളിക്ക് ഫാന് ചോദിച്ചിട്ടുണ്ട്. ബേജാറെന്നെ ബേജാർ. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ ഉസ്താദോട് വന്നിട്ട്, ഉസ്താദ് ഒരു 1.8 പൈസ ഒരുത്ത കൊണ്ടുപോയി ഉസ്താദ് തിരിച്ചു തരാൻ വേണ്ടി കുത്തുബിയത്തിന് 313 ഉറുപ്പിക നേർച്ച. പോണം, അങ്ങനത്തെ വല്ലത് കൊണ്ടേ പോണം. മര്യാദക്ക് 1000-500 കൊടുത്തിട്ട് പോകുന്നില്ല. പിന്നെ ആരെങ്കിലും കൊണ്ടോണ്ട്, ആരെങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ ദ്വാരക്കാൻ, പിന്നെ പഞ്ചാധികാക്കിയിട്ട് 8-8 18 ആക്കിയിട്ട് പാതി